ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് ബർഷേനിയിലാണ്. ഇവിടെ നിന്ന് കാൽനട മാർഗത്തിൽ മാത്രമേ കൽഗയിലെത്താൻ സാധിക്കൂ. ബർഷേനി ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ച് ദൂരം പോകുമ്പോൾ പാർവതി നദിക്ക് കുറുകെ ഒരു അണക്കെട്ടുണ്ട്. അണക്കെട്ട് കഴിഞ്ഞിട്ട് ഇടതുഭാഗത്തേക്ക് കൽഗയിലേക്കുള്ള കുത്തനെയുള്ള കയറ്റവും പടികളും കാണാം. ഒരു മഴ ദിവസമാണ് ഞങ്ങളവിടെ എത്തിച്ചേർന്നത്. ഡൽഹിയിൽ നിന്ന് കസോൾ വരെ ബസ്സിലും അവിടെ നിന്ന് ബർഷേനിയിലേക്ക് കുറേ സമയം കാത്തിരുന്നതിന് ശേഷം ലോക്കൽ ബസ്സിലാണ് യാത്ര തിരിച്ചത്. മഞ്ഞുരുകിയ വഴികളും ചെളി പുരണ്ട കുത്തനെയുള്ള പടിക്കെട്ടുകളും ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഭാരമുള്ള ലഗേജുമായി ശീലമില്ലാത്ത കയറ്റം കയറുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും കൽഗ എന്ന പർദീസ കാണാനുള്ള തിടുക്കം മുന്നോട്ട് നടത്തിച്ചു. കയറ്റം ഒരു പകുതി പിന്നിട്ടപ്പോൾ തന്നെ ചെറിയൊരു കഫേ കാണാൻ കഴിഞ്ഞു. അവർ ഞങ്ങളോട് വിശേഷങ്ങൾ ചോദിക്കുകയും ചായ കുടിക്കാൻ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഞങ്ങളത് സ്നേഹത്തോടെ നിരസിച്ചിട്ട് മുന്നോട്ട് തന്നെ പോയി. കുറച്ചുകൂടി മുന്നോട്ടെത്തിയപ്പോൾ നിരവധി കടകളും ഹോം സ്റ്റേയും കാണാനായി. താരതമ്യേന കൽഗ ജനവാസം കുറഞ്ഞ മേഖലയാണെങ്കിലും ഗീർഗംഗ ട്രെക്കിംഗ് ഇതുവഴി ആയതുകൊണ്ട് നിരവധി ടൂറിസ്റ്റ് ഹോമുകൾ വളരെ കുറഞ്ഞ വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായതായി കാണാം. ഞങ്ങൾ താമസത്തിനായി തിരഞ്ഞെടുത്തത് ജിപ്സി ഹൗസ് ആണ്, ഒരു മലയാളി നടത്തുന്ന ഹോം സ്റ്റേ. ജിപ്സി ഹൗസിലേക്കുള്ള വഴി മനോഹരമാണ്. പർവ്വതത്തിലേക്കുള്ള കയറ്റത്തിന് മുമ്പായിട്ടാണ് കാടിനോട് ചേർന്ന് ജിപ്സി ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ജിപ്സി ഹൗസിൽ എത്തിച്ചേർന്നു. ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ പാർവതി താഴ്വരയിൽ കസോളിന് സമീപമുള്ള ചെറിയ ഗ്രാമമാണ് കൽഗ. സമുദ്രനിരപ്പിൽ നിന്നും 7480 അടി ഉയരത്തിലാണ് കൽഗ സ്ഥിതി ചെയ്യുന്നത്. ആപ്പിൾ തോട്ടങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ വഴികൾ, വനങ്ങൾ, തുറന്ന മേച്ചിൽപ്പുറങ്ങൾ, പൈൻ മരങ്ങൾ, ദേവദാരു, ഹിമാലയൻ ബുൾബുൾ, സ്നേഹമുള്ള നാട്ടുകാർ, അപരിചിതരായ നമ്മളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന നായകൾ പോലും കൽഗയെ സ്വർഗത്തിൻ്റെ ഒരു ഭാഗമാക്കുന്നു. ഞങ്ങൾ കൽഗയിൽ എത്തിച്ചേർന്നത് മാർച്ച് മാസത്തിലാണ്. മഞ്ഞുരുകി തുടങ്ങിയിരിക്കുന്നു. 2 ആഴ്ച മുമ്പ് 3 അടി പൊക്കത്തിൽ ഇവിടെ മഞ്ഞുണ്ടായിരുന്നു. ഇലകൾ കൊഴിഞ്ഞ ആപ്പിൾ തോട്ടങ്ങൾ, പൂവിട്ട് തുടങ്ങിയിരിക്കുന്നു. മഞ്ഞ് വീണ് വരണ്ടു പോയിടത്തു നിന്ന് പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ. കൽഗയിലെ സ്വദേശികൾ പ്രധാനമായും ആപ്പിൾ, പച്ചക്കറി കൃഷിയും മൃഗസംരക്ഷണവുമാണ് ഉപജീവനത്തിനായി ആശ്രയിക്കുന്നത്. എന്നിരുന്നാലും പല താമസക്കാരും അവരുടെ പഴയ തടിയിലുള്ള വീടുകളുടെ പരിസരത്ത് ഹോം സ്റ്റേകളും കഫേകളും നടത്തുന്നു. മൃഗങ്ങൾ വഴിതെറ്റുന്നത് തടയാൻ ഗ്രാമത്തിലെ വീടുകളിൽ കല്ലുവേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഗ്രാമവാസികൾ അവരുടെ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് അവരുടെ വീടിൻ്റെ താഴത്തെ നില ഉപയോഗിക്കുന്നു. വിറകുകളും കാലിത്തീറ്റയും മുകളിലത്തെ നിലയിൽ ശേഖരിച്ചു വെച്ചതായി കാണാം. കൽഗയിലെ ജനങ്ങൾ പ്രാദേശിക ഹിമാചലി സംസ്കാരത്തിൽപ്പെട്ടവരാണ്. അത് ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണ്. അവർ പ്രാദേശിക ഭാഷ സംസാരിക്കുന്നു. അത് പഹാരി ഭാഷയുടെ ഒരു പ്രാദേശിക ഭാഷാഭേദമാണ്. സ്ത്രീകളുടെ പരമ്പരാഗത വസ്ത്രത്തിൽ നീളമുള്ള പാവാട, ബ്ലൗസ്, ഷാള് എന്നിവ ഉൾപ്പെടുന്നു. പുരുഷന്മാർ കുർത്തയും പൈജാമയും ധരിക്കുന്നു. കൽഗയിലെ ജനങ്ങൾ വർഷം മുഴുവനും വിവിധ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു. ദീപാവലി, ഹോളി, നവരാത്രി, ദസറ, ലോഹരി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ. വിശേഷ അവസരങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന നാടോടി സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും പാരമ്പര്യവും ഈ ഗ്രാമത്തിനുണ്ട്. കുളു ജില്ലയിലെ ചെറിയ ഗ്രാമമാണ് കൽഗ. 1966 നവംബർ 1 കുളു ജില്ല നിലവിൽ വന്നത്. 1963 പഞ്ചാബിൻ്റെ ജില്ലയായി കുളു പ്രഖ്യാപിക്കപ്പെടുകയും 1966 നവംബർ 1 ഹിമാചൽ പ്രദേശിൻ്റെ ജില്ലയായി മാറുകയും ചെയ്തു. പുരാതന കാലം മുതലുള്ള സമ്പന്നമായ ചരിത്രമാണ് കൽഗയ്ക്കുള്ളത്. കുളു രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ഗ്രാമം. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ അക്ബർ കുളു പിടിച്ചെടുക്കുകയും അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിന് കീഴിലായി.
നാണയങ്ങളിലെ ലിഖിതങ്ങളും യാത്രക്കാരുടെ വിവരണങ്ങളും മറ്റച്ചടിച്ച റഫറൻസുകളും ഉൾപ്പെടെയുള്ള വിവിധ തെളിവുകൾ ഈ ദേശത്തിൻ്റെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. എല്ലാ സീസണുകളിലും നിങ്ങൾക്കിവിടെ സന്ദർശിക്കാം. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളാണ് കൽഗ സന്ദർശിക്കാൻ സഞ്ചാരികൾ ഏറുന്നത്. ആപ്പിൾ മരങ്ങളും ചെടികളും പൂവിട്ട് തളിർത്തു നിൽക്കുന്ന കാലമാണത്. സെപ്റ്റംബർ ആപ്പിളിൻ്റെ വിളവെടുപ്പ് കാലമായതിനാൽ ആ സമയം താഴ്വര ചുവപ്പായി കാണപ്പെടും. മഞ്ഞ് ആസ്വദിക്കാൻ ഫെബ്രുവരി അവസാനം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വരെ അതിശൈത്യത്തിൻ്റെ കാലമാണ്. ഗീർഗംഗ ട്രെക്ക്, ബുൻബുനി ട്രെക്ക് എന്നിവ കൽഗയിൽ നിന്നുള്ള മനോഹരമായ ട്രെക്കിങ്ങുകളിൽ ചിലതാണ്. ട്രെക്കിങ്ങിന് ആവശ്യമായ ഷൂസും മറ്റും കൽഗയിലെ കഫേകളിൽ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൽഗയിൽ നിന്ന് ഗീർഗംഗയിലേക്ക് ഗൈഡ് ഇല്ലാതെ തന്നെ പോകാവുന്നതാണ്. ബുൻബുനി വഴി ഗീർഗംഗയിലേക്ക് പോകാം. നമ്മുടെ വേഗതയനുസരിച്ച് കാൽനട യാത്രയ്ക്ക് ഏകദേശം 4-5 മണിക്കൂർ എടുക്കും. ബുൻബുനിയിലേക്കും ഗീർഗംഗയിലേക്കുമുള്ള ട്രെക്കിംഗ് ജിപ്സി ഹൗസിൻ്റെ മുന്നിലൂടെ ആയതിനാലാവാം ഇത് ഏറ്റവും തിരക്കുള്ള താമസ സ്ഥലമായത്. 4 ദിവസമാണ് ഞങ്ങൾ കൽഗയിലുണ്ടായത്. കൽഗയിലെ തണുപ്പും മഞ്ഞും ആസ്വദിച്ച് നാടിനെ, സംസ്കാരത്തെ തൊട്ടറിഞ്ഞ 4 നാളുകൾ. ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള മലയിലേക്ക് തുൾഗ ഗ്രാമത്തിലേക്ക് പോയി.